என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு பாயிண்ட் ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു കുഞ്ഞ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ ഈ ആപ്പിലെ കുറിച്ചിട്ടുള്ള 1-2 വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സെർച്ച് ചെയ്യാൻ നമ്മുടെ പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് വേറെ ഒന്നുമല്ല, മൈ 11 സർക്കിൾ. നമുക്കറിയാം മൈ 11 സർക്കിളിൽ കുറച്ച് നാളായിട്ട് കളിക്കുന്ന ആൾക്കാരാച്ചാൽ നിങ്ങൾക്ക് അതിൽ പോക്കർ കളിക്കാൻ പറ്റും. മാഷേ, നിങ്ങൾ ഏതെങ്കിലും rummy.com കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതായത് റമ്മി, നമ്മുടെ ലാല് പറഞ്ഞ ജംഗ്ലി റമ്മി പോലത്തെ മൈ 11 സർക്കിളിൽ റമ്മി പോക്കറൊക്കെ ഉണ്ട്, അത് കളിക്കാം. പുറമെ ഇപ്പൊ ഒരു കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 1-1.5 മാസമായിട്ട് ലുഡോ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വേറെയും കുറെ ലുഡോ അതിന്റെ ആപ്സിന്റെ ഒക്കെ പരസ്യ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ കളിച്ചു നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ഇതിലത്തെ ലുഡോ കളിക്കാറുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇതിൽ വന്നിട്ട് പ്രൈസിങ് വന്നിട്ട് 500 രൂപ മുതൽ ഫ്രീ ആയിട്ട് കളിക്കാൻ വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ 10 രൂപയ്ക്കൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. 10 രൂപ, 25 രൂപ, 100 രൂപ, 500 രൂപ, ഇങ്ങനെയാണ് അതിന്റെ എന്താ പറയാ ഗെയിമിങ്ങിന്റെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ 10 രൂപയ്ക്ക് കളിക്കാൻ നമുക്ക് 17 രൂപയാണ് കിട്ടുക. 3 രൂപ ഒരു ടാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ഇന്ന് ഇതിൽ സംസാരിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ഗെയിമായിട്ട് പൈസ ഇടാതെയും കളിക്കാം. അപ്പൊ ഇത് ആദ്യം നിങ്ങളൊന്ന് നമ്മള് 1-2 കുഞ്ഞു ട്രിക്സ്, നമുക്ക് കുറച്ച് വിജയ ചാൻസ്, അതായത് നമ്മൾ കളിക്കണം എന്തായാലും ജയിക്കാൻ വേണ്ടിയാണല്ലോ, നമ്മൾ അതിന് വേണ്ടിയാണ് എപ്പോഴും കളിക്കാറുള്ളൂ. അപ്പോൾ അത് എങ്ങനെ കുറച്ചും കൂടി നല്ലൊരു ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കാം. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യം. അതായത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളത് വന്നിട്ട് പ്രാക്ടീസ് ഗെയിമിൽ ഒരു 3-4 വട്ടം കളിച്ച് നോക്കി ഈ സാധനം വർക്ക് ആവണമെങ്കിൽ മാത്രം എടുത്തു നോക്കി ചെയ്യാം. ഓക്കെ, ഇത് അതുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ്. സ്വന്തം പൈസയും കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കുന്ന കളിയാണ്. അതുകൊണ്ട് കളിച്ചിട്ട് ഫെയിൽ ആവാച്ച ഈ പരിപാടിക്ക് നോക്കരുത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഒന്നുകൂടി പറയാണ്, ഒരു ടിപ്പ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും, അതായത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നമുക്ക് ഒരു 30 തവണ ടേൺ ചെയ്യാനാണ് വരിക. ഇതിൽ കളിക്കുമ്പോൾ ഡൈസ് വന്നിട്ട് ഓട്ടോമാറ്റിക് ടേൺ ആവും. അത് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു സൈറ്റിലാണ് അവർ ചെയ്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാം, നമുക്ക് ബോട്ടൊന്നും അല്ല നമ്മളൊപ്പം കളിക്കുന്നത് വിശ്വസിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇവരുടെ എന്താ പറയാ 30 ടേൺ കഴിയുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് വരുന്നത് അവർ ജയിക്കും. അതാണ് ഏറ്റവും വലിയ കോൺസെപ്റ്റ്. പിന്നെ വന്നിട്ട് നമുക്ക് ഡൈ വന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ കിട്ടാതാകുമ്പോൾ ഒരു വട്ടം നമുക്ക് എന്താ പറയുക റീഡയൽ ചെയ്യാം. അതായത് നമുക്ക് ഒന്നുകൂടി സ്പിൻ ചെയ്യാം. അതൊരു ഒറ്റ വട്ടം ആ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒറ്റ വട്ടം ഉപയോഗിക്കുന്ന ഈ ഓപ്ഷനാണ് നമ്മുടെ കളി തിരിക്കുന്നത്. ബാക്കിയൊക്കെ 2 പ്ലേസും സെയിം ആണ്. ആ ഒറ്റവട്ടം തിരിഞ്ഞു വരുന്ന കളിയിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ സാധനം കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഒരിക്കലും അത് കളിയുടെ ലാസ്റ്റിൽ കൊണ്ട് യൂസ് ചെയ്യരുത്. ഓൾമോസ്റ്റ് ഒരു 10-12 ഒക്കെ സ്പിന്നിങ് ബാലൻസ് ഉള്ള സമയത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഈ ടിപ്പ് നോക്കി വെച്ചോ, ഒരിക്കലും ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ അപ്പോണന്റ് വന്നിട്ട് എന്താ പറയാ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാര്യങ്ങൾ ഇരിക്കണ്ടായിരിക്കുമോ, അതുപോലെ അപ്പോണന്റിന്റെ ഇരിക്കണ്ടോ. അപ്പൊ അവരെ ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് നിങ്ങൾ എടുത്ത് കയറരുത്. അതായത് കരിക്കൾ കളിച്ച് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് നമ്മൾ ഈ മൂലയ്ക്കും അവർ ആ മൂലയ്ക്കായിരിക്കും നമ്മൾ കളിച്ച് അവരുടെ മൂലയിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളായിരിക്കരുത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കരുത്. അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ പ്രഷർ എങ്ങനെ ഒരു എന്താ പറയുക നല്ല ചാൻസ് ആണ് അവർക്ക് നിങ്ങൾ ഷുവറായിട്ട് വെട്ടാൻ പറ്റും. നിങ്ങൾക്ക് 6 എന്നൊക്കെ അടുപ്പിച്ച് 2 വട്ടം വന്നിട്ടാണ്. 3 വട്ടം 6 വന്നതിൽ എടുക്കില്ല, ആദ്യത്തെ 2 6 മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ 2 6 പിന്നെ വലിയൊരു സംഖ്യ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അവരുടെ ഈ കളത്തിൽ നിന്ന് എസ്കേപ്പ് ആയി വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഇങ്ങനെ കയറ്റി വെക്കാനായിട്ടും ഏറ്റവും നല്ല സ്ട്രാറ്റജി വെച്ചാൽ നിങ്ങളുടെ ഒരു 3 കരുക്കളെ ഒരേ സമയം നിങ്ങൾ ആ കർവിലൂടെ മുഴുവിപ്പിക്കുക. ഫസ്റ്റ് തെട്ട് കഴിഞ്ഞു, 2ാമത്തേന് കയറ്റിക്കുക, 3ാമത്തെ കയറ്റിക്കുക. പിന്നെ ഇത് കയറ്റി വെക്കുമ്പോൾ സ്റ്റാർ ബട്ടണിൽ വന്നു കഴിഞ്ഞാൽ വെട്ടാൻ പറ്റില്ല. ഒരു ഇതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ 2 കരുക്കൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുക വെച്ചാൽ ഒപ്പണന്റിന്റെ കരുവിനെ നമ്മൾ വെട്ടാൻ പറ്റില്ല. അതിപ്പോ ഇപ്പൊ 2 കരുക്കൾ ഇടുന്നു, അതിൽ നമ്മൾ നമ്മുടെ ഒരു കരു മാറ്റിയാലും അപ്പണന്റ് നമ്മുടെ കരുക്കൾ അതുപോലെ ഇരിക്കും. ഇതായത് ഒരു സീക്രട്ട് ട്രിക്കാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ 2 കരുക്കളെ എപ്പോഴും ആ ഒരു രീതിയിൽ വെക്കുക. ഒരു കരു എന്താ നമ്മുടെ മൂവ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കീപ്പ് ചെയ്യുക. അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഒപ്പണന്റിനെ പ്രഷറൈസ് ചെയ്യേണ്ടത്. അവർ കയറി വന്ന വെട്ടാനുള്ള ചാൻസ്. അതുപോലെ 2 കരുക്കളെ ഇടയിലായിട്ട് വെക്കണം, ഒരെണ്ണം ആളുടെ ബാക്കിൽ.
ആള് നമ്മളെ ക്രോസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വെട്ടിയാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ജയിക്കും. പിന്നെ നിങ്ങൾ ചെറിയ ചെറിയ സംഖ്യകൾ ഇടുക. കാരണം ആ ഒപ്പണന്റ് അവിടെ വന്ന് നമ്മളെ ക്രോസ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-25 പോയിന്റ് അവന്റെ കളിച്ചിട്ടായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവും. ആ ഒരു വെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കയറും. പിന്നെ ആൾക്ക് എന്തായാലും വീണ്ടും ഫ്രണ്ടിലേക്ക് കളിച്ച് വന്നേ പറ്റില്ല. കാരണം നമ്മളെ വെട്ടണം, അല്ലെങ്കിൽ ആൾക്ക് ഉള്ളിലേക്ക് കയറണം. ഉള്ളിലേക്ക് കയറുമ്പോൾ ഓൾമോസ്റ്റ് 50 പോയിന്റോളം കിട്ടും. അപ്പൊ ആൾ അതിനവസരം ശ്രമിക്കുക. അപ്പോൾ നൈസായിട്ട് അടുത്ത വെട്ട് കൊടുക്കുക. ഇതായിരിക്കും സ്ട്രാറ്റജി. നമ്മൾ ഓടിപ്പടഞ്ഞ് ചാടിക്കേറി കളിക്കാൻ നിന്ന വെട്ട് കിട്ടിയ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് അതിലാണ്. ഞാൻ കളിക്കുമ്പോൾ ഈ സാധനം കളിക്കുമ്പോൾ ഞാൻ കയറി കളിക്കാൻ നോക്കുമ്പോഴൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുള്ളൂ. അത് എന്റെ എക്സ്പീരിയൻസ് ആണ്. സ്മാർട്ടായിട്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ ഇടയിൽ, അവർക്ക് പ്രശ്നമില്ല. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴും പറയാണ്, എന്റെ എക്സ്പീരിയൻസ് ആണ്. ഇത് വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, ഈ സാധനം ഓർത്ത് വെച്ച് കളിക്കാൻ പറയണതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു പ്രാക്ടീസ് ഗെയിമിൽ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ കുറെ ഐഡിയാസ് കിട്ടും. അത് ഉപയോഗിച്ച് കളിക്കുക. അങ്ങനെ കറങ്ങി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് അടിക്കാൻ ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ആപ്പിന്റെ റെഫർ ലിങ്ക് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് കളിക്കുന്നവർക്ക് വന്നിട്ട് ഈ ആപ്പിൽ ഫസ്റ്റ് തന്നെ ലുഡോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ സ്ഥിരമായി ആപ്പ് കുറച്ചു കാലം യൂസ് ചെയ്തിരുന്ന ആൾക്കാരാണിച്ചാൽ നിങ്ങൾ ഇതിൽ കളിച്ച് നോക്കുക വെച്ചാൽ ചിലപ്പോ, അല്ലെങ്കിൽ எந்த ஒரு விஷயத்தையும் பிளான் பண்ணாம பண்ணா இப்படித்தான். பிளான் பண்ணி பண்ணணும். ഓക്കേ, പറയാലോ ആ സംഭവം കിട്ടാതിരിക്കാം. അപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ. പിന്നെ നമ്മളൊരു കുഞ്ഞു പ്രൊമോഷനും കൂടി ലാസ്റ്റിൽ വെക്കുന്നുണ്ട്. നമ്മൾ ഇടയിൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുവരെ കണ്ടവർക്ക് നമ്മുടെ കണ്ടന്റ് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു. അത് വന്നിട്ട് ബ്ലോക്ക് ഫ്രീ എന്നാണ് അതിന്റെ പേര്. അതായത് അതൊരു 200 ഗ്രാമിൽ അതുപോലെ 435 ഗ്രാമിൽ ഇറങ്ങുന്നുണ്ട്. ഇത് വന്നിട്ട് നിങ്ങളുടെ വേസ്റ്റ് ആയിട്ടുള്ള ഡ്രെയിനേജസ്, അതുപോലെ ബിഗ് ഹോട്ടൽസ്, അങ്ങനത്തെ ഇതിലൊക്കെ ബ്ലോക്കേജ് വരുമ്പോൾ, പൈപ്പ് ലൈനിൽ ബ്ലോക്കേജ് വരുമ്പോൾ, അത് PVC ഒന്നും കംപ്ലൈന്റ് ഇല്ലാതെ തന്നെ ഈ കെമിക്കൽ ഇട്ടിട്ട് ഫ്ലഷ് അടിക്കുക, വെള്ളം വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് ടു 1 അവറിനുള്ളൊക്കെ ഡിപ്പെൻസ് ഓൺ ദ യൂസ് ചെയ്യും. നമ്മൾ എത്ര യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇരിക്കും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മാറി കിട്ടും. അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അവരെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മെസ്സേജ് അയക്കുക വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ കൂപ്പൺ കോഡൊന്നുമില്ല. മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി അവർ MRP കുറഞ്ഞ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് അത് എത്തിച്ചേരും. സാധനം വന്നിട്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാച്ചാൽ അതിലും കുറച്ച് പ്രൈസിൽ കിട്ടും. കാരണം ഫ്ലിപ്കാർട്ടിലൊക്കെ വിൽക്കുമ്പോൾ നല്ല കമ്മീഷൻ അടിക്കും. ആ കമ്മീഷനൊക്കെ ഒഴിവായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു എമൗണ്ടിൽ തന്നെ സാധനം എത്താൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.